അടുത്ത് എന്നോട് IAS ഓഫീസർമാരോട് സംസാരിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ മോഡേൺ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഒരു സ്കൈപ്പിൽ ടെലികോൺഫറൻസ് ആയിരുന്നു. നടന്നത് പൂനെയിലാണ്. ഏഷ്യ പ്ലാറ്റോ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു, 5 ദിവസം നീണ്ടു നിൽക്കുന്നത്. 8-ാം തീയതി കാലത്താണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. വിഷയം എന്തായിരുന്നു? ഹോൾസം ലീഡർഷിപ്പ് ആൻഡ് ഹോൾനെസ്. ഇതായിരുന്നു വിഷയം. ഒരു 35 IAS ഓഫീസർമാരുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉള്ളവർ, അറിവുള്ളവർ. അപ്പോൾ അവരോട് ഇവിടെ നിന്ന് സംസാരിച്ചു. 9 മണിക്ക് തുടങ്ങി. 45 മിനിറ്റ് നേരം ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം, സ്വാമിജി സംസാരിച്ചത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന്. എന്നിട്ട് ഒരു 10:45 മണിയാവുമ്പോഴേക്കും അവർ ചോദ്യങ്ങളോട് കൂടി തയ്യാറായിട്ട് 11 ചോദ്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞതിന് ശേഷം ഏതാണ്ട് 1 മണിയായി. എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നി. എന്നിട്ട് അവർ പറയുക, ഞങ്ങൾക്കൊരു പ്രതിജ്ഞ സ്വാമിജി പറഞ്ഞു തരണമെന്ന്. ഞാനത് ഉദ്ദേശിച്ചില്ല, എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എന്താ പ്രതിജ്ഞയിലെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, ഒരു ദേശപൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ രാജ്യത്തിന് ഒരു വിധത്തിലും അതിൻ്റെ വളർച്ചയ്ക്കോ വികാസത്തിനോ ഹാനികരമായ ഒരു പ്രവൃത്തി ചെയ്യില്ല. പരമാവധി ഈ വളർച്ചയെ ത്വരിതപ്പെടുത്താനും കാര്യക്ഷമമാക്കാനും വേണ്ടി പരമാവധി ഞാൻ പരിശ്രമിക്കാം. എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങൾ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ, ഒരു പൊതു ഭരണാധിപൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സിനെ കീഴടക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ രാജ്യത്തിൽ വളരെയധികം അഴിമതികൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അഴിമതിയെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിക്കാം. അവസാനം ഞാൻ പറഞ്ഞത് ഇതാ, പെട്ടെന്നായിരുന്നല്ലോ. ഞങ്ങളുടെ വീക്ഷണത്തിൽ, ഞങ്ങളുടെ വിലമതിപ്പിൽ നമ്മുടെ രാജ്യത്തിലെ പ്രജകളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ യജമാനന്മാർ. അവർ തിരഞ്ഞെടുത്തതാണല്ലോ ഇലക്ടോറൽ കോളേജ്. ആ ഇലക്ടോറൽ കോളേജ് തിരഞ്ഞെടുത്തതാണല്ലോ പ്രസിഡൻ്റ് ഉദ്യോഗത്തിന് വയ്ക്കുന്നതല്ലേ ഓരോ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ IASനെയും. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ യജമാനന്മാർ ഞങ്ങളുടെ ദൃഷ്ടിയിൽ പ്രജകളാണ്. അവർ ഞങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള വിശ്വാസവും പ്രതീക്ഷയും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി അത് പൂർണ്ണമായ വ്യഗ്രതയോടുകൂടി അത് നടപ്പിലാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും, അതിൽ വീഴ്ച വരുത്തില്ല എന്നൊരു പ്രതിജ്ഞയായിരുന്നു. പിന്നീട് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു അത്രേ ഈ പ്രതിജ്ഞ അങ്ങോട്ട് ചൊല്ലിയപ്പോൾ.